നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. ഇൻ്റർനാഷണൽ ഫിനാൻസിൻ്റെ ഇമ്പോർട്ടൻസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് ദ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വേരിയസ് കൺട്രീസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് ദ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ വേരിയസ് കൺട്രീസ്. വ്യത്യസ്ത രാജ്യങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ് എന്താണെന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. സെക്കൻഡ്, ഇറ്റ് ഹെൽപ്സ് ഇൻ സർക്കുലേറ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ്സ് ഓഫ് വേരിയസ് കറൻസീസ് ഓഫ് നേഷൻസ്. വ്യത്യസ്ത രാജ്യങ്ങളുടെ വ്യത്യസ്ത കറൻസീസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ സർക്കുലേഷന് സഹായിക്കും. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റിൻ്റെ സർക്കുലേഷന് സഹായിക്കും. അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ച് റേറ്റ്. ദിസ് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് ഫോക്കസിങ് ഏരിയ ഓഫ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. ഇൻ്റർനാഷണൽ ഫിനാൻസിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസിങ് ഏരിയ ആയിട്ട് നമ്മൾ പറയുന്ന രണ്ട് കാര്യമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും കറൻസി എക്സ്ചേഞ്ച് റേറ്റും. ആ രീതിയിൽ കറൻസി എക്സ്ചേഞ്ച് റേറ്റിൻ്റെ സർക്കുലേഷൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. തേർഡ്, ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് ദ ഇൻഫ്ലേഷൻ റേറ്റ്. വ്യത്യസ്ത രാജ്യങ്ങളുടെ വ്യത്യസ്ത കറൻസീസിൻ്റെ കമ്പാരിസൺ, അതിലൂടെ ഇൻഫ്ലേഷൻ റേറ്റ് മനസ്സിലാക്കാൻ പറ്റും. കമ്പയറിംഗ് ദ ഇൻഫ്ലേഷൻ റേറ്റ്. ഓക്കെ, വ്യത്യസ്ത രാജ്യങ്ങളുടെ കറൻസികൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിലൂടെ ഇൻഫ്ലേഷൻ റേറ്റ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഇൻഫ്ലേഷൻ റേറ്റ് മനസ്സിലാക്കുന്നതിലൂടെ ടു ഗെറ്റിംഗ് ആൻ ഐഡിയ എബൌട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ ഇൻ്റർനാഷണൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസ്. ആ ഒരു ഐഡിയ കിട്ടുമ്പോൾ ഇൻഫ്ലേഷൻ റേറ്റിൻ്റെ കമ്പാരിസൺ നടത്തുന്നതോടുകൂടി ടു ഗെറ്റ് ആൻ ഐഡിയ എബൌട്ട് ഇൻവെസ്റ്റിംഗ് ആൻ ഇൻ്റർനാഷണൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസ്. ഇൻ്റർനാഷണൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിൻ്റ്. തേർഡ്, ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിസ് ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. മറ്റൊരു കാര്യം പറയുന്നത് പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ബേസിക്സ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ IMF, വേൾഡ് ബാങ്ക് പോലുള്ള ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷനുകളുണ്ട്. അത്തരത്തിലുള്ള വേൾഡ് ബാങ്കിനെ പോലുള്ള ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF അല്ലേ, അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ബേസിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിലൂടെ ടു മെയിൻറ്റെയിനിങ് ദ ബാലൻസ് എമംഗ് ദം, അതിലൂടെ നമുക്കതിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ് സച്ച് ആസ് IMF, വേൾഡ് ബാങ്ക് എക്സെട്ര മീഡിയേറ്റ് ആൻഡ് റീസോൾവ് ദ ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സ് എമംഗ് മെമ്പർ നേഷൻസ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷനുകളായ IMF പോലുള്ള വേൾഡ് ബാങ്ക് പോലുള്ള ഓർഗനൈസേഷനുകൾ മെമ്പർ നേഷൻസ് തമ്മിലുണ്ടാകുന്ന ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സിന് അതിൻ്റെ മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ അത് റീസോൾവ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുമെന്നുള്ളതാണ്. അപ്പം രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷനുകൾ അതിനിടയിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയുന്നത്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ സച്ച് ആസ് IMF, വേൾഡ് ബാങ്ക്, ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷനുകൾ മീഡിയേറ്റ് ഓർ റീസോൾവ് ദ ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സുകൾ ഉണ്ടെങ്കിൽ, തർക്കങ്ങളുണ്ടെങ്കിൽ അതിനിടയിൽ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിനും അതിനിടയിലുള്ള ഒരു മീഡിയേറ്ററായിട്ടും ആര് പ്രവർത്തിക്കും? ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷനുകൾ പ്രവർത്തിക്കും. ഇത്തരത്തിലുള്ള ഒരു 5 ഇമ്പോർട്ടൻസ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.